ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. പക്ഷേ ഇപ്പോഴും അതിനെ ഭയക്കുന്നുണ്ട്. കാരണം ഇവർ വലിയ പദ്ധതി രാജ്യത്തിട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തിന്, ഈ ഭാരതവും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടായാൽ പോലും ഇത് ഭാരതത്തിൻ്റെ ഒരു ഭാഗം പിടിച്ചെടുക്കാനുള്ള ശ്രമം പോലും പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടു എന്നാണ് അറിയുന്നത്. ഇതൊരു വലിയ നീക്കമല്ലേ? പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിതിനെ സിമി എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരിക്കൽ നിരോധിക്കപ്പെട്ട സിമി വേറൊരു രൂപത്തിൽ മാറി വന്ന ഒരു നീക്കമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. പക്ഷേ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഇതിൻ്റെ ആഴവും വ്യാപ്തിയും അളക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഘടകം. കാര്യം കേരള സംസ്ഥാനത്തിൽ നിന്നും ഭരിച്ച 2 സർക്കാരുകളിൽ നിന്നും യാതൊരുവിധ ത്രട്ടും ഈ സംഘടനകൾക്ക്, യാതൊരുവിധ പ്രതിരോധവും ഈ സംഘടനകൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും രസാവഹമായിട്ടുള്ളൊരു കാര്യം. പലർക്കും അറിയാം ഇത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് സിമിയുടെ തിരിച്ചുവരവാണെന്നറിയാം. സിമിയിൽ നിന്നും വന്ന ഒരു മുൻ നേതാവ് ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗവുമായിരുന്നു. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരു പേടി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സംഘടനകൾക്കെതിരായിട്ട് എന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ ഒരുമിച്ച് ചോർന്നു പോകുമോ എന്നൊരു ഭയത്തിലാണ് ഈ 2 മുന്നണിയും പോപ്പുലർ ഫ്രണ്ടിനെ കേരളത്തിൽ വളരാൻ അനുവദിച്ചത്. അവർ ഫ്രീഡം പരേഡ് വരെ നടത്തിയ, സാധാരണ മിലിറ്ററി യൂണിഫോമിൽ കേരളത്തിൽ ഫ്രീഡം പരേഡ് വരെ നടത്തിയത് സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു താക്കീതായിരുന്നു. ഞങ്ങളൊരു സൈനിക ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു താക്കീതായിരുന്നു. എന്നിട്ടും കേരളത്തിലെ ഇൻ്റലിജൻസ് ഏമാന്മാർ ഒന്നും അനങ്ങിയിട്ടില്ല. കേന്ദ്രത്തിന് റിപ്പോർട്ടും കൊടുത്തിട്ടില്ല. കേന്ദ്രത്തിന് കേരളത്തിൽ നിന്ന് നേരിട്ട് ഇൻ്റലിജൻസ് ശേഖരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നിരിക്കെ സംസ്ഥാനം കൊടുത്തില്ല എന്ന് പറയുന്നത് നമുക്കൊരു കുറ്റമായിട്ട് എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ എല്ലാവരും ഇതിനെ അവഗണിച്ചു, ഇതിനെ വളർത്തി വലുതാക്കി എന്നുള്ളതാണ് ഒരു തെറ്റ്. അപ്പോൾ അതിൻ്റെ വളർച്ചയുടെ ഏറ്റവും മൂർധന്യത്തിലെത്തിയപ്പോഴത്തേക്കാണ് മര്യാദയ്ക്ക് വേണമെങ്കിൽ കേരളത്തിൽ ജീവിച്ചോളാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കുട്ടി ചാത്തൻ നമ്മളെയൊക്കെ ആഹ്വാനം ചെയ്തത്. അതോടെയാണ് നമ്മൾ പറയുന്നത് നമ്മളെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോയി എന്ന് പറയുമ്പോഴത്തേക്ക്, മാത്രമല്ല ഒരു കൊലപാതകം കൂടെ നടന്നപ്പോഴത്തേക്ക് ഏകദേശം BJPയുടെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോവുകയും, എന്നാൽ കാലാകാലങ്ങളായിട്ട് BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് ഇവരുടെ നീക്കങ്ങൾ വളരെ അതിസൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് വരികയും അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണകൾ ഉണ്ടാവുകയും ചെയ്തു. അവരുടെ സ്വത്തുക്കളെല്ലാം ഇപ്പോൾ കണ്ടുകെട്ടിയത് തിരിച്ച് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞു. ഈ 5 വർഷത്തെ ഇതിൻ്റെ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും റിവ്യൂ വരുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ വീണ്ടും അത് പുനഃസ്ഥാപിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയം നമുക്കുണ്ട്. അതുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾക്കെതിരായിട്ട്, ഈ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരായിട്ട് എനിക്ക് തോന്നുന്നു 1-2 പേർക്ക് ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് തോന്നുന്നു. ബാക്കി ഒരുപാട് പേര് ഇപ്പോഴും ജാമ്യം കിട്ടാതെ തന്നെ വർഷങ്ങളായിട്ട് 2 വർഷമായിട്ട് അവർ ജയിലിലാണ്. ഇവർക്ക് ഇതിനകത്ത് നമ്മളെ കേരളത്തിലുള്ള ഒരു പ്രത്യേക അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് ചില റിപ്പോർട്ടുകൾ വന്നത് 10,000-ഓളം കേരളീയർ കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് മറുനാട്ടിൽ ചെന്ന് ജോലി ചെയ്തിട്ട് കേരളത്തിൽ വരണ്ട എന്നുള്ളൊരു വിചാരം ഉണ്ടാകുന്നത് എല്ലാവർക്കും നാട്ടിലോട്ട് വരാനാണല്ലോ ആഗ്രഹം. പക്ഷെ 10,000-ഓളം പേര് കഴിഞ്ഞ 3 വർഷമായിട്ട് നാട്ടിലോട്ട് വരാൻ താല്പര്യപ്പെട്ടിട്ടില്ല എന്നും അവർ വന്നിട്ടില്ല എന്നുള്ളതാണ് കണക്ക്. ഇവരൊക്കെ പോപ്പുലർ ഫ്രണ്ടിന് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നേരിട്ട് ധനസഹായം നൽകിയ ആൾക്കാരാണെന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ ഇത് 10,000 പേര് ഇന്ത്യക്ക് വെളിയിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. അവർ മറ്റ് പല വഴികളിൽ കൂടെയും ചിലപ്പോൾ മറ്റു പല സ്റ്റേറ്റുകളിൽ കൂടെയും നമുക്ക് ഈ പൈസ ഹവാല വഴി പലർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ടാവാം. അവർക്ക് ഭീമമായിട്ടുള്ള സാമ്പത്തിക ബാധ്യത വന്നു പോപ്പുലർ ഫണ്ടിന് അറസ്റ്റിലായപ്പോഴത്തേക്ക്. കാര്യം നഷ്ടപരിഹാരം കംപ്ലീറ്റ് കൊടുത്താലേ കോടതിയിൽ ജാമ്യം കൊടുക്കുള്ളൂ എന്നൊരു കണ്ടീഷൻ വന്നു. അങ്ങനെ പക്ഷേ എന്നിട്ടും അവർക്ക് ധനസഹായം മറ്റു പല വഴികളിൽ കൂടെ അവർക്ക് എത്തുന്നുണ്ട്. സംഭവം അവർ കുറേ പേര് SDP-യിലോട്ട് മാറി. ഇനി മറ്റൊരു സംഘമായിട്ട് അവർ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പുനരവതരിച്ച് വരാനുള്ള സാധ്യതയെ നമ്മൾ തള്ളിക്കളയുന്നില്ല. ഇവരിപ്പോഴും ഈ മറ്റു പലരും സംരക്ഷിക്കുന്നുണ്ടല്ലോ ഇവരെ. ഇപ്പം ഇവരുടെ തന്നെ ഒരു താഴെത്തട്ടിലുള്ളവരാണല്ലോ ഈ SDP-യിലായാലും അല്ലേ, അതെ, ഒക്കെ വന്നിട്ടുള്ളത്. അതെ. അപ്പോൾ ഇവർക്ക് ഒരു പാട്രണേജ് എല്ലാവരും നിന്ന് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഒരവസരത്തിലേക്ക് അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് അവർ ഭീഷണിപ്പെടുത്തി
ഹഫ്ത വിരിക്കുന്ന മാതിരി SDP അല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആൾക്കാരിൽ നിന്ന് ആഴ്ചതോറും പൈസ വിരിക്കുന്ന ഒരു അവസരം വരെ കേരളത്തിലുണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ നാട്ടുകാർ കൊടുക്കുകയും ചെയ്തായിരുന്നു. പല കുടുംബ പ്രശ്നങ്ങളിലും അവർ മേൽക്കോയ്മയുടെ ഒരു കോടതിയായിരുന്നു. ഈ പറഞ്ഞ പോലെ പണ്ട് നമ്മുടെ CPMൻ്റെ നേതാവ് പറഞ്ഞ പോലെ അവർക്ക് സ്വന്തമായിട്ട് കോടതിയും പോലീസുമൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അത്രയും ഒരു വലിയൊരു ശൃംഖലയാണ് ഇന്ത്യ ഗവൺമെൻറ് തകർത്തെറിഞ്ഞത്. നമ്മൾ നോക്കുന്നത് ആ ഒരു ആക്ഷനിൽ കേരള ഗവൺമെൻറ്റിൻ്റെ റോൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോളും ഇല്ലായിരുന്നു. ബാക്കി എല്ലാ കാര്യത്തിലും അവർ പറയും ഞങ്ങൾ ഫെഡറൽ സംവിധാനത്തിലാണ് നിൽക്കുന്നത്, ഫെഡറൽ സംസ്ഥാനങ്ങളിലെ അധികാരത്തിൽ നിങ്ങൾ കടന്നു കയറില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവർ ഇത്രയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഫെഡറൽ സംവിധാനത്തിൽ പോലീസിൻ്റെ ലോ ആൻഡ് ഓർഡറിലെയും ചാർജ് ഉണ്ടായിരുന്ന മന്ത്രി എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ഇരിക്കുന്ന ഇതേ മുഖ്യൻ്റെ നേതൃത്വത്തിൽ പോലീസിനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണല്ലോ ഗജരാജിൽ വന്നിട്ട് സാറന്മാർ ഇവരെയൊക്കെ തൂക്കിക്കൊണ്ടുപോയത്. അപ്പോഴത്തേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. ഉയർന്നു പോകുന്ന IL-76ൻ്റെ ചക്രം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ അന്നത്തെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി. ഇനിയും അങ്ങനെ തന്നെ ഇരിക്കുമെന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് ഈ ഗവൺമെൻറ് ഇരിക്കുന്നിടത്തോളം കാലം മറ്റൊരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും UDF ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും ഇവരുടെ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമായിട്ട് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. സാർ ഈ പറഞ്ഞ പോലെ അടിത്തട്ടിൽ അവരുടെ വേരുകൾ വളരെ ശക്തമാണ്. അതിനെ മൂടോടെ എടുത്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെയൊക്കെ ആവശ്യം മുന്നണികൾക്കുണ്ടെന്നുള്ളതാണ്. ചില മുന്നണികൾക്ക് ഇല്ല, ഇവരുടെ ഒരു വോട്ടിംഗ് പവറായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഒരു വോട്ടിംഗ് പവറായിട്ട് മാറിയിട്ടില്ല. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൂടെ നിൽക്കുന്നവർ ഒരു ഇതായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ അന്താരാഷ്ട്ര ഭീകര സംഘടന ഹമാസ് പോലുള്ള സംഘടനകളെ ഇന്ത്യ ഗവൺമെൻറ് പോലും നിരോധിച്ചിട്ടില്ല. ചില കാര്യങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. കേരളത്തിന് ചില താല്പര്യങ്ങളുള്ളതുപോലെ തന്നെ കേന്ദ്രത്തിന് ചില താല്പര്യങ്ങൾ ചില ഭാഗങ്ങളിലുണ്ടാകും. എന്തായാലും ഇൻ്റലിജൻസും നമ്മുടെ കൗണ്ടർ ഇൻ്റലിജൻസും ഒക്കെ ഇന്ത്യയിൽ വ്യക്തമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അവസരമാണ്. അതിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇതുപോലുള്ള ട്രാജഡികൾ നമുക്കുണ്ടാകും. അല്ല, ഇതിനകത്ത് ഈ ഇവർ വേറൊരു രൂപത്തിൽ അതാ പറഞ്ഞത്. ഈ കൗണ്ടർ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഇതാണ് സിമി പോപ്പുലർ ഫ്രണ്ടായിട്ട് വളർന്നു വരുന്നത്. അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും അതിനെ തടുക്കാനും ചെറുക്കാനും നമുക്ക് കഴിഞ്ഞില്ല. അതേപോലെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ നടുനീർത്തി ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന് വേറൊരു രൂപത്തിലും ഭാവത്തിലും വരുമെന്ന് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയും അതിൻ്റെ ചില പ്രവർത്തനങ്ങൾ SDP-യുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൽ പലരും SDP-യുടെ കേഡറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സൈലൻ്റായിട്ട്. പക്ഷേ ഒരു സ്ലീപ്പിംഗ് സെല്ലാണ്. ഇവർ ആവശ്യം വരുമ്പോഴത്തേക്ക് ചില വിത്തുകൾ മാതിരിയാണ്. അനുകൂല സാഹചര്യം വരുമ്പോഴത്തേക്ക് അത് മുളച്ച് വരുമെന്ന് പറയുന്ന പോലെ വർഷങ്ങളോളം കിടക്കുന്ന വിത്ത്, നൂറ്റാണ്ടുകളോളം കിടക്കുന്ന വിത്ത് അനുകൂല സാഹചര്യം വരുമ്പോൾ മുളച്ച് വരുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം വരുമ്പോഴത്തേക്ക് അവർ വീണ്ടും തലമുക്കും. മറ്റേതിനേക്കാളും മുൻപുള്ളതിനേക്കാളും കൂടുതൽ ശക്തിയോടെ അവർ പ്രഹരിക്കുകയും ചെയ്യും. അത് നമ്മൾ എപ്പോഴും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയും വേണം. പക്ഷെ നമ്മൾ ഇടയ്ക്ക് നമ്മൾ അറിഞ്ഞതാണ് ഇവർക്ക് ഈ MEC-7 ആരോഗ്യ പിന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ മലബാർ ഏരിയകളിലാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളതെന്നുള്ളത്. ഇല്ല, ഈ കേരളത്തിലെ തീവ്രവാദം പോയിക്കുന്നത് കൊല്ലത്തു നിന്നാണല്ലോ, മദനിയിൽ നിന്നാണല്ലോ തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ മലപ്പുറത്തുള്ള മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കേരളത്തിലെ മുസ്ലിം തീവ്രവാദത്തിൻ്റെ ചരിത്രം പറയുമ്പോഴത്തേക്ക് ബാബറി മസ്ജിദ് തകർത്തപ്പോൾ പോലും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശാന്തത ഉണ്ടായിരുന്നത് സമയം. കാര്യം മലബാറിലെ ട്രഡീഷണൽ മുസ്ലിങ്ങളുണ്ട്, അവർ തങ്ങൾമാരാണ്. ഇവർ മാതിരി ഓടാനും ചാടാനും വെട്ടാനും പിടിക്കാനും നടക്കുന്നവരല്ല. അവരുടെ ആത്മീയമായ ഒരു രീതിയിലാണ് അവർ പോകുന്നതും അവർ ഇന്ത്യയിലെ മറ്റ് ജനങ്ങളുമായിട്ട് സമരസത്തിൽ പോകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതിൽ ഉൾപ്പെടാത്ത കുറച്ച് ആൾക്കാരാണ് ഈ ഡിസ്ട്രപ്റ്റീവായിട്ടുള്ള ചില എലിമെൻറ്റ്സ് ഉണ്ട്. ആ എലിമെൻറ്റ്സാണ് നമുക്ക് പ്രശ്നമാവുന്നത്. അത് നമ്മൾ കണ്ടു. കൊല്ലത്തു നിന്നാണ് മദനി തുടങ്ങി വെച്ചത് PDP 80കളിൽ. അതാണ് പിന്നീട് വളർന്ന് ഒരു മുസ്ലിം ഫണ്ടമെൻ്റലിസം കേരളത്തിൽ ഉണ്ടാവാനും ലീഗിൻ്റെ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ധിക്കരിക്കാൻ വേണ്ടിയിട്ടാണ് പലരും PDP-യും ISS-ഉം NDF-ഉം പിന്നെ IS-ഉം ഒക്കെ ഉണ്ടായ കാര്യം. കേരളത്തിൽ IS ഒരിക്കൽ കാലത്ത് ശക്തി പ്രാപിച്ചിരുന്നതാണല്ലോ. തടിയൻ്റെ കൂടെ നസീറൊക്കെ ആ രീതിയിൽ പോയതാണല്ലോ. അപ്പോൾ ആ IS വരെ കേരളത്തിൽ ഒരിക്കൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇല്ലാതായതാണ്. പക്ഷേ മുത്തങ്ങ മാതിരിയാണ്. നല്ല കാലാവസ്ഥ വരെയാണെങ്കിൽ ഇത് എത്ര താഴത്ത് നിന്നായാലും വീണ്ടും അത് മുളച്ചു വരുമെന്നുള്ളതിനകത്ത് നമ്മൾ സംശയിക്കുകയൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മൾ ഇൻ്റലിജൻസും കൗണ്ടർ ഇൻ്റലിജൻസും വളരെ ശക്തമായിട്ട് ഇവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ഇതിനൊരൊറ്റ മാർഗ്ഗമുള്ളൂ, നമ്മൾ എപ്പോഴും ജാഗ്രതയോട് കൂടി ഇരിക്കുക. പിണറായി പറയും പോലെ ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഭയവും വേണം, ജാഗ്രതയും വേണം. അവർ പൊട്ടി മുളയ്ക്കുമെന്നുള്ള ഭയം നമുക്ക് എപ്പോഴും ഉണ്ടാവണം.
ആ ഭയത്തെ നമുക്ക് ദൂരീകരിക്കണമെങ്കിൽ നമ്മൾ ജാഗ്രത കൊണ്ട് ഈ ഭയത്തെ നമുക്ക് ദൂരീകരിക്കാനേ സാധിക്കുള്ളൂ. ഇതൊരു വിഷവിത്താണ്. ഇതെപ്പോഴും നമുക്ക് മുളച്ച് വരാനും നമുക്ക് വീണ്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും. കാര്യം അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടന്നല്ലോ. തീവണ്ടി സ്ഫോടനം ഉണ്ടായി, മറ്റൊരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടന്നു. ജൂതന്മാർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ജൂതന്മാർ ഇപ്പോഴും പേടിച്ചാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്. അവർ ഏത് ഭാഗത്താണ് അവരെ ആക്രമിക്കാമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇന്ത്യ സന്ദർശിക്കുന്ന ജൂതന്മാരും ആ പേടിയിലാണ്. പ്രത്യേകിച്ച് കേരളം സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകളും, ഇസ്രായേലി ടൂറിസ്റ്റുകൾ കേരളം സന്ദർശിക്കുന്ന ഒഴിവാക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴും കാര്യങ്ങൾ വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്.